ആലപ്പുഴ ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസ് 2 പതിറ്റാണ്ടിലധികമായി ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. പോലീസും പ്രത്യേക അന്വേഷണ സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും ബിന്ദു ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് കണ്ടെത്താനായിട്ടില്ല. ബിന്ദുവിനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി സഹോദരൻ പ്രവീൺ 2017 സെപ്റ്റംബർ 16 പരാതി നൽകിയതാണ്. ആ കേസിൻ്റെ അന്വേഷണത്തിൽ ബിന്ദുവിൻ്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളെല്ലാം പലരായി തട്ടിയെടുത്തതായി കണ്ടെത്തി. സംഭവത്തിൽ പള്ളിപ്പുറം സ്വദേശിയും വസ്തു ഇടനിലക്കാരനുമായ സെബാസ്റ്റ്യനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തെങ്കിലും ബിന്ദുവിന് എന്താണ് സംഭവിച്ചതെന്ന് ഒരു വ്യക്തതയും ഉണ്ടായില്ല. ഒടുവിൽ കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാന കേസിൻ്റെ അന്വേഷണത്തിലാണ് ബിന്ദു പത്മനാഭൻ കേസ് വീണ്ടും ഉയർന്നു വരുന്നത്. സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ പുരയിടത്തിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടം ബിന്ദുവിൻ്റേതാണോ അതോ ജൈനമ്മയുടേതാണോ? DNA പരിശോധനയിൽ സത്യം തെളിയുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഒരു മിസ് കോളിൽ തുടങ്ങിയ സംശയം കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് 8 മാസം മുൻപ് കാണാതായ ജൈനമ്മയുടെ ഫോണിൽ നിന്ന് ആരായിരിക്കും സഹോദരിയെ വിളിച്ചത്? തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. അതിൽ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ് ആലപ്പുഴ പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനിലേക്ക് എത്തിയത്. പിന്നീട് സെബാസ്റ്റ്യൻ്റെ വീട്ടുവളപ്പിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയെങ്കിലും ആരാണ് കൊല്ലപ്പെട്ടതെന്ന കാര്യത്തിൽ പല സംശയങ്ങൾ. തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി പിടികൊടുത്തില്ല. ഒടുവിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്തു. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നടപടി. അതേസമയം സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയത് ആര് എന്ന് കണ്ടെത്താൻ DNA പരിശോധനാ ഫലം വരെയും കാത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലിൽ പറഞ്ഞ നിരവധി കള്ളങ്ങൾ തെളിവ് നിരത്തി പ്രതിരോധിച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് നിർണായകമായ നിഗമനത്തിലേക്ക് എത്തിയത്. ജൈനമ്മയെ അറിയുക പോലുമില്ല എന്നായിരുന്നു സെബാസ്റ്റ്യന്റെ മൊഴി. എന്നാൽ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയതാണ് കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഈരാറ്റുപേട്ടയിലെ കടയിൽ ഈ ഫോൺ സെബാസ്റ്റ്യൻ ചാർജ് ചെയ്യുന്ന CCTV ദൃശ്യം ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈരാറ്റുപേട്ടയിലെ ടവർ ലൊക്കേഷന് കീഴിൽ മൊബൈൽ ഫോൺ ഓണായത് കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണമാണ് കടയിൽ എത്തിച്ചത്. ഇവിടെ നിന്ന് ചാർജർ വാങ്ങിയത് കൂടാതെ 100 രൂപയ്ക്ക് റീചാർജ് ചെയ്തതായും ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി. എന്നാൽ തുടർച്ചയായി കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചെങ്കിലും കുറ്റം സമ്മതിക്കാൻ പ്രതി തയ്യാറായില്ല. പ്രായാധിക്യവും രോഗാവസ്ഥയും മൂലം ബുദ്ധിമുട്ടുന്ന പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതും ക്രൈംബ്രാഞ്ചിനെ വലയ്ക്കുന്നുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൂടുതൽ തെളിവ് ലഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. പ്രതിക്ക് കൂടുതൽ കൊലപാതക കേസുകളിൽ പങ്കുണ്ടോയെന്നും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. പള്ളിപ്പുറത്തെ വീട്ടുപറമ്പിൽ നിന്നും കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. കേസിൽ നിർണായക വഴിത്തിരിവാകാൻ സാധ്യതയുള്ള DNA ഫലത്തിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. കോട്ടയം ക്രൈംബ്രാഞ്ച് SP ഗിരീഷ് P സാരഥി, DYSP സാജൻ സേവ്യർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 കോട്ടയം. ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ്റെ വീട് നിൽക്കുന്ന 2.5 ഏക്കർ പുരയിടം ദുരൂഹതയുടെ വിളനിലമാണ്. നാട്ടുകാരുമായി അധികം സമ്പർക്കം പുലർത്താത്ത സെബാസ്റ്റ്യൻ്റെ സ്വഭാവത്തിൽ പല സംശയങ്ങളുമുണ്ട്. ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭൻ്റെ തിരോധാന കേസോടെയാണ് ഇയാളിലെ ക്രിമിനലിനെ കുറിച്ച് നാട്ടുകാർ അറിഞ്ഞത്. 2017 രജിസ്റ്റർ ചെയ്ത കേസിൽ സെബാസ്റ്റ്യൻ മുഖ്യപ്രതിയാണെങ്കിലും ഇയാൾ ഒരാളെ കൊലപ്പെടുത്തുമെന്ന് നാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജൈനമ്മയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണവും സെബാസ്റ്റ്യനിലേക്ക് എത്തി. പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയതോടെ ബിന്ദു തിരോധാന കേസ്
വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചർച്ചയാവുകയാണ്. കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട ചില വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തുകയായിരുന്നു. വീടിന് തെക്കുവശത്തെ പറമ്പിൽ നടത്തിയ പരിശോധനയിലാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കത്തിയ നിലയിലുള്ള എല്ലുകളാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായത്. അധികം ആഴമില്ലാത്ത കുഴിയിൽ കത്തിച്ച നിലയിലായിരുന്നു ഇവ. തൊട്ടടുത്തായി ഡീസൽ അടങ്ങിയ ഒരു കുപ്പിയും ലഭ്യമായി. കുഴി മൂടിയ ശേഷം ഓല കൊണ്ട് മറച്ചിരുന്നു. വീടിനകത്ത് രക്തക്കറ കണ്ടെത്തിയതായി വാർഡ് മെമ്പർ ധന്യ ന്യൂസ് 18നോട് പറഞ്ഞു. വെട്ടുകത്തി, കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. താടിയൊക്കെ നിലയിലുള്ള കത്തിച്ചു എന്നുള്ളതാണല്ലേ. ഇവിടെ തൊട്ടടുത്ത് തന്നെ എവിടുന്നാണ് ഈ ഫ്യൂവൽ കിട്ടിയത്? കത്തിക്കാനായി ഉപയോഗിച്ചു സംശയിക്കുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പള്ളിപ്പുറത്തെ വീട് നിൽക്കുന്നത് 2.5 ഏക്കർ പുരയിടത്തിലാണ്. മൃതദേഹം മറ്റെവിടെയെങ്കിലും നശിപ്പിച്ച ശേഷം എല്ലുകൾ കൂട്ടിയിട്ട് കത്തിച്ചതാണോ എന്നും സംശയിക്കുന്നുണ്ട്. താടിയൽ ഉൾപ്പെടെയുള്ള 150ഓളം എല്ലുകൾ ഇവിടെ നിന്ന് കിട്ടി. സ്വീകരണ മുറിയിൽ ഭിത്തിയിൽ ചെറിയ ചെറിയ പാടുകളായിട്ട് കണ്ടതായിട്ട് എന്നെ സാക്ഷ്യപ്പെടുത്തി. അത് ഫോറൻസിക് വിഭാഗം അവർ പറയുന്നത് ബ്ലഡ് തന്നെയാണെന്നുള്ളത് അവർ ഉറപ്പിച്ച് പറഞ്ഞു. പിന്നെ അതിന് എന്തോ 2 ആയുധങ്ങൾ, കത്തിയോ വാക്കത്തിയോ ഇതൊക്കെയായിട്ട് അവർ അത് കൊണ്ടുപോയായിരുന്നു. ഇതോടെ വർഷങ്ങൾക്ക് മുമ്പ് ചേർത്തല കടക്കരപ്പള്ളിയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭന്റെ കേസിലേക്കും സംശയങ്ങൾ നീളുകയാണ്. 2006 കാണാതായ ബിന്ദു എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ ചേർത്തല പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ കഴിഞ്ഞിട്ടില്ല. ബിന്ദുവിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണ് ആൾമാറാട്ടം നടത്തി വ്യാജ പവർ ഓഫ് അറ്റോർണിയിലൂടെ സെബാസ്റ്റ്യൻ തട്ടിയെടുത്തത്. ബിന്ദുവായി ആൾമാറാട്ടം നടത്തിയ സ്ത്രീ ഉൾപ്പെടെ കേസിൽ പ്രതിയാണ്. ഒരു 2.25 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ആ ഒരു സ്ഥലം പെട്ടെന്ന് ഒരു തീ കത്തുന്നതായിട്ട് കണ്ടു. തീ കത്തിയതായിട്ട് കണ്ടു. അതിൻ്റെ മേളിൽ ഒരു അസ്ഥിയുടെ ഒരു കഷ്ണം മുകളിൽ കിടക്കുന്നത് കണ്ടു. പിന്നെ അതിൻ്റെ മേളിൽ ഒരു പഴകിയ ഓല ഇഷ്ടം പോലെ ഇട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. ചെറിയ അസ്ഥികളുടെ കഷ്ണങ്ങൾ ഒരു 106ഓളം പീസ് അവർ കഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പൊടിഞ്ഞ അവസ്ഥയിൽ കത്തിച്ചതാണ്. അതിൻ്റെ ഒരു 100 മില്ലിയോളം ഇന്ധനം, ഡീസലാണെന്ന് തോന്നുന്നു, അതൊരു കുപ്പിയിൽ കിട്ടിയിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ വീണ്ടും തെരച്ചിലുണ്ടാകുമെന്നും കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ മറ്റ് തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുന്നതായും ക്രൈംബ്രാഞ്ച് പറയുന്നു. കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ ആരുടേതാണെന്നറിയാൻ DNA പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. കർണാടക ധർമ്മസ്ഥലയിലെ ക്ഷേത്ര നഗരത്തിൽ നിന്ന് ഒരു വിളിപ്പാടകലെ മാത്രം ദൂരെയുള്ള കാട് മൂടിക്കിടക്കുന്ന പ്രദേശം. അടിമുടി ദുരൂഹത നിറഞ്ഞ നാട്. പകൽ കണ്ടാൽ പോലും ഭയം തോന്നും. ഒരാളെ കൊന്നു കുഴിച്ചു മൂടി തെളിവ് നശിപ്പിച്ചാലും പുറം ലോകം അറിയില്ല. കൊലപാതക പരമ്പരയെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞതിനേക്കാൾ ഭയാനകമായ കാഴ്ചകൾ. പ്രത്യേക അന്വേഷണ സംഘം നിർണായക നീക്കങ്ങളിലേക്ക് കടന്നതോടെ ആകാംക്ഷയുടെ മണിക്കൂറുകളാണിനി. ധർമ്മസ്ഥലയിൽ കുഴിച്ചു മൂടിയ മൃതദേഹങ്ങൾ കണ്ടെത്താൻ മണ്ണെടുത്തുള്ള പരിശോധനകൾ ആരംഭിച്ചു. പ്രധാന സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയെ മുഖം മറച്ചാണ് സ്ഥലത്തെത്തിച്ചത്. ആദ്യ ദിവസത്തെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇനിയുള്ള 12 ഇടങ്ങൾ നിർണായകമാണ്. പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 100ഓളം പേരുടെ മൃതദേഹം കുഴിച്ചുമൂടിയെന്ന മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ആണ് മണ്ണെടുത്തുള്ള പരിശോധന ആരംഭിച്ചത്. വിവിധ ഇടങ്ങളിലായി 13 സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1ാമത്തെ പോയിന്റിലാണ് നിലവിലെ പരിശോധന.
മിനി JCB ഉപയോഗിച്ചാണ് മണ്ണ് കിളച്ച് പരിശോധിക്കുന്നത്. നേത്രാവതിപ്പുഴയുടെ തീരത്താണ് നിലവിൽ അടയാളപ്പെടുത്തിയ പ്രദേശങ്ങൾ. പരിശോധനയ്ക്ക് കഡാവർ നായകളെയും എത്തിച്ചിട്ടുണ്ട്. കർണാടക DGPയുടെ മേൽനോട്ടത്തിൽ കുറ്റാന്വേഷണ മികവ് പുലർത്തിയ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ ഉൾപ്പെടുന്ന 20-അംഗ പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല. 1995 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടി എന്നായിരുന്നു തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. സൂപ്പർവൈസർമാരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് താൻ ഇത് ചെയ്തത് എന്നും ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു. താങ്ങാനാകാത്ത മാനസിക സമ്മർദ്ദം മൂലമാണ് ഇപ്പോൾ ഇക്കാര്യം പുറത്തു പറയുന്നത്. 2014 ഭീഷണിയെ തുടർന്ന് കുടുംബത്തോടൊപ്പം മറ്റൊരു സംസ്ഥാനത്തേക്ക് ഇയാൾ പലായനം ചെയ്യുകയായിരുന്നു. ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. പിന്നീട് ബെൽത്തങ്ങാടി കോടതിയിൽ രഹസ്യമൊഴി നൽകി. തെളിവിനായി ഇത്തരത്തിൽ കുഴിച്ചിട്ട മൃതദേഹാവശിഷ്ടമായ തലയോട്ടി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സംഭവത്തിൽ കേസെടുത്ത് വിശദമായി അന്വേഷണം നടത്താൻ കോടതി ആവശ്യപ്പെട്ടിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള അന്വേഷണവും ഉണ്ടായില്ല. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിട്ടത്. അതേസമയം ധർമ്മസ്ഥല കേസിൽ കേരളത്തിൽ നിന്നുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കോഴിക്കോട് ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. കേരള വസ്ത്രം ധരിച്ചവരുടെ മൃതദേഹം മറവു ചെയ്തിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതാണ്. കാണാതായവരെക്കുറിച്ച് ആരെങ്കിലും ആശങ്കയറിയിച്ചാൽ നിയമസഹായം നൽകുമെന്നും ഇവർ വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള സ്ത്രീകൾ, കേരള സാരി ഉടുത്തവർ, സെറ്റ് സാരി ഉടുത്തവരൊക്കെ അവിടെ താൻ മറവ് ചെയ്തിട്ടുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വലിയ ആശങ്കയുണർത്തുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് സർക്കാർ ആ വിഷയത്തിൽ ഇടപെടണം എന്ന ആവശ്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കേരളത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നതിനു വേണ്ടി, അവർക്ക് വേണ്ട നിയമസഹായം നൽകുന്നതിനു വേണ്ടിയൊക്കെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 ധർമ്മസ്ഥല. ഞങ്ങളുടെ മകൾ സ്വയം മരിക്കില്ല, അവളെ കൊലപ്പെടുത്തിയതാണ്. കൊല്ലം സ്വദേശിനി അതുലിയുടെ പിതാവ് രാജശേഖരൻ പിള്ള ചങ്കുപൊട്ടുന്ന വേദനയോടെയാണ് ഇത് പറയുന്നത്. മകളുടെ മരണത്തിൽ നീതി തേടിയുള്ള പോരാട്ടത്തിലാണ് ആ കുടുംബം. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുലിയുടെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഭർത്താവ് സതീഷ് അതുല്യെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ആ യുവതി അനുഭവിച്ച ക്രൂരതകൾ കുടുംബം അറിഞ്ഞത്. ഷാർജയിൽ നടന്ന ഫോറൻസിക് പരിശോധനയിൽ മരണം ആത്മഹത്യയെന്ന് കണ്ടെത്തിയിരുന്നു. മകൾ സ്വയം ജീവനൊടുക്കില്ലെന്ന് പിതാവ് രാജശേഖരൻ പിള്ള പറഞ്ഞു. മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭർത്താവ് സതീഷിന്റെ പീഡനമാണ് മകളുടെ മരണത്തിന് കാരണം. മകളുടെ മരണത്തിൽ നീതി ലഭിക്കാനായി നിയമ പോരാട്ടം തുടരുമെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു. അവൻ അതൊരു കൊലപാതകയാണ്. ഇതൊരു കൊല അവൻ നടത്തിയതാണ്. അത് കുറച്ച് കാലം നീണ്ടു നിന്നൊരു പ്രൊസീജിയർ പോലെ അവനത് ചെയ്തതാണ്. റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. എൻ്റെ കുഞ്ഞിനുണ്ടായ പീഡനങ്ങളെല്ലാം ഈ നിയമത്തിന്റെ മുമ്പിൽ വെളിപ്പെടണം. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് എന്റെ വിശ്വാസം. അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ്. അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ സതീഷിനെതിരെ കൊല്ലം ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയമിച്ചു. കഴിഞ്ഞ 19-ന് പുലർച്ചെയാണ് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സതീഷിന്റെ പീഡനത്തെ തുടർന്നാണ് അതുല്യ ജീവനൊടുക്കിയതെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു.
ന്യൂസ് 18 കൊട്ടാരക്കര. ഗോവിന്ദച്ചാമി, അമീറുൽ ഇസ്ലാം എന്നീ പേരുകൾ പോലെ കേരളം കേട്ടാൽ ഭയക്കുന്നയാളാണ് തമിഴ്നാട് തെങ്കാശി സ്വദേശി ശങ്കർ. സ്ത്രീകളെ കാമ കണ്ണുകളോടെ മാത്രം നോക്കുന്നയാൾ. ലൈംഗിക പീഡനം ചെറുത്താൽ കൊലപ്പെടുത്താനും മടിക്കില്ല. 2023 ഏപ്രിൽ 18 നടന്ന ആ ദാരുണമായ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ കൊല്ലം പുനലൂരിലെ നഗരവാസികൾക്ക് പേടിയാണ്. ശങ്കർ ഒരു കൊലക്കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ദിവസം KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള പുറമ്പോക്കിൽ താമസിക്കുന്ന ഇന്ദിരയെ ശങ്കർ കടന്നുപിടിക്കാൻ ശ്രമിക്കുന്നു. എതിർത്തപ്പോൾ ഇന്ദിരയെയും സുഹൃത്ത് ബാബുവിനെയും അതിക്രൂരമായി കൊലപ്പെടുത്തി. സംഭവം നടന്ന് 2 വർഷത്തിന് ശേഷം പ്രതി ശങ്കറിന് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഏപ്രിൽ 18 നടന്ന ഇരട്ടക്കൊലക്കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. തമിഴ്നാട് തെങ്കാശി സ്വദേശി 38 വയസ്സുള്ള ശങ്കറിന് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. വിധിപ്രസ്താവം കേട്ടിട്ടും പ്രതിക്ക് യാതൊരു ഭാവമാറ്റവുമില്ലായിരുന്നു. കൊല്ലം മരുതമൺ പള്ളിയിൽ ശാന്തിയെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ തടവുകാരനായിരുന്നു ശങ്കർ. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും 2023 ഏപ്രിൽ 18 ജാമ്യത്തിലിറങ്ങിയ ഇയാൾ പുനലൂരിലെത്തി. KSRTC ബസ് സ്റ്റാൻഡിന് സമീപം തോട് പുറമ്പോക്കിലെ കുടിലിൽ തനിച്ച് താമസിച്ചിരുന്ന 56-കാരി ഇന്ദിരയുടെ വീട്ടിലാണ് പ്രതി എത്തിയത്. പത്തനാപുരം സ്വദേശി ബാബുവും ആക്രി കച്ചവടക്കാരൻ ബിജുകുമാറും കുടിലുണ്ടായിരുന്നു. തുടർന്ന് മൂവരും ചേർന്ന് മദ്യപിച്ചു. മദ്യലഹരിയിൽ ഇന്ദിരയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച ശങ്കർ തന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തതിനാൽ അതിക്രൂരമായി മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. തടയാൻ ശ്രമിച്ച ബിജുകുമാറിനെയും ശങ്കർ അതിക്രൂരമായി മർദ്ദിച്ചു. ഒടുവിൽ ബിജുകുമാർ പ്രാണരക്ഷാർത്ഥം ഓടി പാലത്തിന് മുകളിൽ കയറി. അമ്മിക്കല്ലെടുത്ത് ഇന്ദിരയുടെ തലയിലിട്ടാണ് ശങ്കർ അവരെ കൊലപ്പെടുത്തിയത്. ഇത് തടയാൻ ശ്രമിച്ച ബാബുവിനെയും ഇന്റർലോക്ക് ടൈൽസ് കൊണ്ട് തലക്കടിച്ചു കൊന്നെന്നാണ് കേസ്. പ്രതിയെ കോടതി ഇരട്ട ജീവപര്യന്തം 2 ജീവപര്യന്തം, അതായത് ഇന്ദിരയെ കൊന്നതിനും ബാബുവിനെ കൊന്നതിനുമാണ് ജീവപര്യന്തം ശിക്ഷിച്ചത്. പക്ഷേ ഈ 2 ജീവപര്യന്തങ്ങളും ഒരുമിച്ച് തന്നെ അനുഭവിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. ഈ കേസിൽ നിർണായകമായത് ഈ സംഭവം കണ്ട ഒരു ദൃക്സാക്ഷിയും ഈ കുറ്റകൃത്യത്തിന് ശേഷം ഈ സംഭവം ഏറ്റുപറഞ്ഞൊരു ഈ പ്രതിയുടെ ഒരു കൂട്ടുകാരനുമാണ്. അവർ രണ്ടുപേരുടെ മൊഴിയാണ് കോടതി നിർണായകം. കേസിൽ ദൃക്സാക്ഷിയായ ബിജുകുമാറിന്റെ മൊഴിയും ശങ്കർ കൊലപാതകം വെളിപ്പെടുത്തിയ മറ്റൊരു സുഹൃത്തിന്റെ മൊഴിയും നിർണായകമായി. ആകെ 32 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. ശാസ്ത്രീയ തെളിവുകളും ഹാജരാക്കിയിരുന്നു. പുനലൂർ SHO ആയിരുന്ന T രാജേഷ് കുമാർ ആയിരുന്നു കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സിസിൻ ജെ മുണ്ടയ്ക്കലാണ് ഹാജരായത്. ന്യൂസ് 18 കൊട്ടാരക്കര. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കൂടുതൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ? കണ്ണൂർ സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് ജയിൽ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. ജയിൽ ഉദ്യോഗസ്ഥർ രാത്രി പരിശോധന നടത്തിയില്ല. ലോക്കപ്പിനുള്ളിൽ ഉറങ്ങുന്നതുപോലെ ഡമ്മി ഉണ്ടാക്കിയത് കണ്ടിട്ട് പോലും തിരിച്ചറിഞ്ഞില്ല. ജയിൽ ചാട്ടത്തിൽ ഗോവിന്ദച്ചാമിക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും ഉത്തരമേഖല ജയിൽ DIGയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ട്. ജയിൽ ചാട്ടത്തിന് ജീവനക്കാരോ സഹതടവുകാരോ സഹായിച്ചതിന് തെളിവില്ല. അതേസമയം ജയിൽ ചാട്ടത്തിൽ അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ജയിലിൽ രാത്രി പരിശോധന നടത്തിയില്ല. ലോക്കപ്പിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് പോലെ ഗോവിന്ദച്ചാമി തുണി കൊണ്ട് ഡമ്മി ഉണ്ടാക്കിയത് കണ്ടിട്ട് പോലും തിരിച്ചറിഞ്ഞില്ല. സെല്ലിൽ തുണിയെത്തിയതിലും ആശയക്കുഴപ്പമുണ്ട്. ഗോവിന്ദച്ചാമിയുടെ ഇടതുകൈക്ക് അസാമാന്യ കരുത്തുള്ളതായും അഴികൾ മുറിച്ചതിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു.
ഗോവിന്ദച്ചാമി ജയിലിൽ നിന്ന് പുറത്തു ചാടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മാസങ്ങളുടെ ആസൂത്രണത്തിന് ശേഷമാണ് ഇയാൾ ജയിൽ ചാടിയത്. 28 ദിവസത്തോളം എടുത്താണ് സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയതെന്നാണ് വിവരം. മണിക്കൂറുകൾക്കകം പിടിയിലായ ഗോവിന്ദച്ചാമിയെ കൂടുതൽ സുരക്ഷയുള്ള വിയൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ ജയിൽ ജീവനക്കാരുടെയും സഹതടവുകാരുടെയും മൊഴിയെടുത്തിരുന്നു. ജയിൽ വകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണവും പൂർത്തിയായിട്ടുണ്ട്. ഉത്തരമേഖല DIG V ജയകുമാറാണ് അന്വേഷണം നടത്തിയത്. സംഭവത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഒരാൾക്കെതിരെ നടപടിക്ക് ശുപാർശയുമുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. ദുരഭിമാന കൊലയുടെ പേരിൽ ഒട്ടേറെ യുവാക്കളുടെ ചോര വീണിട്ടുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. മക്കളെ നഷ്ടപ്പെട്ട നിരവധി മാതാപിതാക്കൾ ഇപ്പോഴും കണ്ണീരോടെ കഴിയുന്ന നാട്. ജാതിയും മതവും നോക്കാതെ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു എന്നതാണ് IT ജീവനക്കാരനായ കെവിൻ കുമാരൻ ചെയ്ത തെറ്റ്. തിരുനെൽവേലിയിൽ പോലീസ് ദമ്പതികളുടെ മകളെ പ്രണയിച്ചതിന് IT ജീവനക്കാരനായ ദളിത് യുവാവിനെ വെട്ടിക്കൊന്നത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. തൂത്തുക്കുടി ഐരാൽ സ്വദേശി കെവിൻ കുമാറിനെ കൊലപ്പെടുത്തിയ കേസിൽ പെൺകുട്ടിയുടെ സഹോദരൻ പോലീസിൽ കീഴടങ്ങി. പോലീസുകാരായ ശരവണനും കൃഷ്ണകുമാരിയുമാണ് കേസിൽ 1ഉം 2ഉം പ്രതികൾ. ഇതര ജാതിയിൽപ്പെട്ട യുവതിയെ പ്രണയിച്ചതിനാണ് IT ജീവനക്കാരനായ ദളിത് യുവാവിനെ വെട്ടിക്കൊന്നത്. തൂത്തുക്കുടി ജില്ലയിലെ ഐരാൽ സ്വദേശികളായ ചന്ദ്രശേഖർ സെൽവി ദമ്പതിമാരുടെ മകൻ കെവിൻ കുമാറാണ് മരിച്ചത്. കൊലയ്ക്ക് ശേഷം പാളയംകോട്ട പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ യുവതിയുടെ സഹോദരൻ സുർജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാവിലെ തിരുനെൽവേലി KTC നഗറിലായിരുന്നു കൊലപാതകം. മുത്തച്ഛനെ സിദ്ധ ചികിത്സയ്ക്കായി കൊണ്ടുവന്ന ശേഷം ആശുപത്രിക്ക് വെളിയിൽ നിൽക്കുകയായിരുന്ന കെവിൻ കുമാറിനെ ബൈക്കിലെത്തിയ സുർജിത്ത് വടിവാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. സഹോദരിയോടുള്ള അടുപ്പം അവസാനിപ്പിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അനുസരിക്കാത്തതുകൊണ്ടാണ് കെവിൻ കുമാറിനെ കൊലപ്പെടുത്തിയതെന്ന് സുർജിത്ത് പോലീസിന് മൊഴി നൽകി. സുർജിത്തിന്റെ അച്ഛൻ ശരവണനും അമ്മ കൃഷ്ണകുമാരിയും പോലീസ് സബ് ഇൻസ്പെക്ടർമാരാണ്. ചെന്നൈയിൽ TCSൽ ജീവനക്കാരനായിരുന്നു കെവിൻ. മൃതദേഹം ഏറ്റുവാങ്ങാൻ കൂട്ടാക്കാതെ കെവിൻ കുമാറിന്റെ കുടുംബവും നാട്ടുകാരും പ്രതിഷേധിച്ചു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലീസുകാരായതിനാൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപണമുണ്ട്. എന്നാൽ ആരോപണം പോലീസ് നിഷേധിച്ചു. ശരവണനും കൃഷ്ണകുമാരിയുമാണ് കേസിൽ 1ഉം 2ഉം പ്രതികൾ. സുർജിത്ത് 3ആം പ്രതിയാണ്. ന്യൂസ് 18 ചെന്നൈ. അയാളെ അച്ഛനെന്ന് വിളിക്കാൻ പോലും അറപ്പാണ്. സ്വന്തം മകളെ ലൈംഗികമായി ചൂഷണം ചെയ്ത് ഗർഭിണിയാക്കിയവൻ. കാസർഗോഡ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി പ്രസവിച്ച സംഭവത്തിൽ പുറത്തുവരുന്നത് സ്വന്തം വീട്ടിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ലെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. കർണാടക സ്വദേശിയായ 48-കാരൻ ഭാര്യയ്ക്കും 5 മക്കൾക്കുമൊപ്പം കാഞ്ഞങ്ങാട്ടെ ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. അവിടെ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. പീഡനത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമാക്കാൻ പെൺകുട്ടി ആദ്യം തയ്യാറായിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. പെൺകുട്ടിയുടെ പിതാവായ 48-കാരനെയാണ് ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കർണാടക സ്വദേശിയും കാഞ്ഞങ്ങാട്ടെ ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ ആളാണ് അറസ്റ്റിലായത്. ഭാര്യയ്ക്കും 5 മക്കൾക്കും ഒപ്പമാണ് പ്രതി ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നത്. ഇതിനിടയിലാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത്. പീഡനകാര്യമോ പെൺകുട്ടി ഗർഭിണിയായ കാര്യമോ മാതാവോ സ്കൂളിലെ അധ്യാപികമാരോ അറിഞ്ഞിരുന്നില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെൺകുട്ടി വീട്ടിൽ പ്രസവിച്ചപ്പോഴാണ്
പീഡനത്തിന് ഇരയായ കാര്യം പുറത്തറിഞ്ഞത്. പ്രസവത്തെ തുടർന്ന് അമിത രക്തസ്രാവം ഉണ്ടായതോടെ പെൺകുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രി അധികൃതരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. പോലീസ് എത്തി പെൺകുട്ടിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പീഡനത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമാക്കാൻ പെൺകുട്ടി തയ്യാറായിരുന്നില്ല. ഇതോടെ DNA പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച നടപടികൾ തുടരുന്നതിനിടയിലാണ് സംഭവത്തിനു പിന്നിൽ സ്വന്തം പിതാവാണ് എന്ന് വ്യക്തമായത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പിതാവിനെയും DNA പരിശോധനയ്ക്ക് വിധേയനാക്കാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് 18 കാസർഗോഡ്. പെൺകുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്ന സംഭവങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ, അയൽവാസികൾ, കാമുകൻ, അങ്ങനെ പലരും വില്ലന്റെ വേഷത്തിലെത്താം. തിരുവനന്തപുരം തിരുവല്ലത്ത് 2021 15-കാരിയെ ദിവസങ്ങളോളം ലൈംഗികമായി ചൂഷണം ചെയ്തത് കാമുകനാണ്. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയുടെ വീട്ടിൽ രഹസ്യമായി താമസിച്ചാണ് യുവാവ് പീഡിപ്പിച്ചത്. കേസിൽ 3.5 വർഷത്തിന് ശേഷം പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. തിരുവല്ലം പൂങ്കുളം സ്വദേശി സുജിത്തിന് 50 വർഷം കഠിന തടവാണ് ശിക്ഷ. പ്രതി 35,000 രൂപ പിഴയടക്കണമെന്നും തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതിയുടെ വിധിയിലുണ്ട്. സെപ്റ്റംബർ 6-നാണ് കേസിനാസ്പദമായ സംഭവം ആരംഭിച്ചത്. അന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തി മുറിയിൽ അതിക്രമിച്ച് കയറി പ്രതി പീഡിപ്പിക്കുകയായിരുന്നു. 8 ദിവസം പ്രതി ഈ മുറിക്കുള്ളിൽ തന്നെ താമസിച്ചാണ് പീഡിപ്പിച്ചത്. ഈ സമയം പെൺകുട്ടിയുടെ ലെഗിൻസും മറ്റുമാണ് പ്രതി ധരിച്ചത്. വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം. അതുകൊണ്ട് പീഡന വിവരം കുട്ടി ആരോട് പറഞ്ഞില്ല. തുടർന്ന് അതേ മാസം 21-ന് കുട്ടിയുടെ അച്ഛന്റെ നേമത്തുള്ള വീട്ടിലും പ്രതി കയറി. അവിടെ വെച്ച് കുട്ടിയുടെ അച്ഛൻ പ്രതിയെ കാണുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഇതേ കുട്ടിയെ വീണ്ടും വർക്കലയിലുള്ള ഒരു ലോഡ്ജിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലും വിചാരണയും പൂർത്തിയായിട്ടുണ്ട്. തിരുവല്ലം പൂങ്കുളം സ്വദേശി ചക്കര എന്ന സുജിത്തിനാണ് 50 വർഷം കഠിന തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയാണ് ശിക്ഷ വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1.25 വർഷം കൂടുതൽ തടവ് അനുഭവിക്കണം. പിഴത്തുക കുട്ടിക്ക് നൽകണമെന്നും വിധിയിൽ പറയുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയമോഹൻ ഹാജരായി. പ്രോസിക്യൂഷൻ 27 സാക്ഷികളെ വിസ്തരിക്കുകയും 36 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ S ഷാജി, സബ് ഇൻസ്പെക്ടർ B ജയ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ നാട്ടിൽ ചില പ്രത്യേകതരം ലൈംഗിക വൈകൃതമുള്ളവരുണ്ട്. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തി ആത്മരതി കണ്ടെത്തുന്നവർ. തിരുവനന്തപുരം കേശവദാസപുരത്തും കൊല്ലം കൊട്ടിയത്തും പുനലൂരിലും സമാനമായ സംഭവമുണ്ടായി. കൊല്ലത്ത് KSRTC ബസ്സിൽ വെച്ചാണ് യാത്രക്കാരൻ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയത്. ഇത് കണ്ട് ആദ്യം നടുങ്ങിയ യുവതി പിന്നീട് ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി പോലീസിൽ പരാതി നൽകി. കേശവദാസപുരം ബസ് സ്റ്റോപ്പിൽ മധ്യവയസ്കൻ നഗ്നതാ പ്രദർശനം നടത്തിയ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം പുനലൂരിൽ സ്കൂൾ പ്രവർത്തന സമയത്ത് സ്കൂൾ വളപ്പിൽ അതിക്രമിച്ച് കയറി വിദ്യാർത്ഥികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ ആളെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു.
KSRTC ബസ്സിൽ കൊട്ടിയത്തു നിന്ന് കൊല്ലത്തേക്കുള്ള യാത്രക്കിടെയാണ് യുവതിക്ക് യാത്രക്കാരിൽ നിന്ന് ദുരനുഭവമുണ്ടായത്. മാവേലിക്കര ഫാസ്റ്റ് പാസഞ്ചറിൽ തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. യാത്രക്കാരന്റെ ലൈംഗിക വൈകൃതം യുവതി മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. സംശയം തോന്നിയാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നും ബസ് ഇറങ്ങിയ ശേഷം പരാതി നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു. മേവറം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കൊരു സംശയം തോന്നി. അങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്യായിരുന്നു. അങ്ങനെ കണ്ടക്ടറോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ബസ് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ പിന്നെ വിഷ്വൽസ് ഒന്ന് നോക്കിയപ്പോഴാണിത് ശരിക്കും ഞാൻ കാണുന്നത്. അങ്ങനെ ഇത് ഇന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് പോവാണ്, കൊല്ലം ഈസ്റ്റിൽ കൊടുക്കാൻ പോവാണ്. പുള്ളി കൊല്ലത്ത് തന്നെയാണ് ഇറങ്ങിയത്. കൊല്ലം ഡിപ്പോയിൽ ഇറങ്ങിയ പ്രതി മറ്റൊരു ബസ്സിൽ കയറിപ്പോയതായാണ് വിവരം. പ്രതിയെ കണ്ടെത്താൻ കൊല്ലം സിറ്റി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കേശവദാസപുരം ബസ് സ്റ്റോപ്പിലാണ് മധ്യവയസ്കൻ നഗ്നതാ പ്രദർശനം നടത്തിയത്. ബസ് കാത്തിരുന്ന യുവതിയുടെ മുന്നിലായിരുന്നു അതിക്രമം. യുവതി വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇയാൾക്ക് കൂസലില്ലായിരുന്നു. പോലീസിൽ ഉടൻ പരാതി നൽകുമെന്ന് യുവതി അറിയിച്ചു. പുനലൂരിൽ സ്കൂൾ പ്രവർത്തന സമയത്ത് വളപ്പിൽ അതിക്രമിച്ചു കയറി വിദ്യാർത്ഥികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ ആളെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇളമ്പൽ സ്വദേശി ശിവപ്രസാദാണ് അറസ്റ്റിലായത്. പുനലൂരിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഇയാൾ നിലവിൽ മാത്ര തിരുവഴിമുക്കിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. ചെമ്മന്തൂർ ഹൈസ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ഇടവേളയിൽ വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രതി സ്കൂളിന്റെ മതിൽ ചാടി അനധികൃതമായി അകത്തു കടന്നു. തുടർന്ന് ധരിച്ചിരുന്ന വസ്ത്രം മൂരി മാറ്റുകയായിരുന്നു. പ്രതിയുടെ ദൃശ്യങ്ങൾ അധ്യാപകരാണ് ഫോണിൽ പകർത്തിയത്. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടുകയായിരുന്നു. ഭിന്നശേഷിയുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകൾ ഇയാൾക്ക് എതിരെയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം, തിരുവനന്തപുരം. പ്രണയപ്രതികാരത്തിന് പല കാരണങ്ങളുണ്ട്. കാമുകി ബന്ധത്തിൽ നിന്ന് പിന്മാറിയാലോ അല്ലെങ്കിൽ സംശയം മൂലമോ പകവീട്ടുന്നവർ. പത്തനംതിട്ട അടൂരിൽ 19-കാരിയെ ആൺ സുഹൃത്ത് വീട്ടിൽ കയറി ആക്രമിച്ചത് സംശയത്തെ തുടർന്നാണ്. മൊബൈൽ ചാർജറിൻ്റെ കേബിൾ ഉപയോഗിച്ച് മർദ്ദിച്ച സംഭവത്തിൽ യുവാവിനെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. അടൂർ സ്വദേശി ജോബിൻ ബാബുവാണ് പിടിയിലായത്. ഇരുവരും 3 വർഷമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഉച്ചയ്ക്കാണ് പരാതിക്കാരിയായ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി ജോബിൻ ബാബു കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ചാർജർ കേബിൾ കൊണ്ട് മർദ്ദിച്ചത്. കൈകാലുകൾ ബന്ധിച്ചായിരുന്നു മർദ്ദനം. മർദ്ദനത്തിൽ പരുക്കേറ്റ യുവതി അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. സംശയം മൂലമാണ് ജോബിൻ ഉപദ്രവിച്ചതെന്നാണ് യുവതി മൊഴി നൽകിയിട്ടുള്ളത്. ഇരുവരും 3 വർഷമായി സൗഹൃദത്തിലായിരുന്നു. നിരന്തരം ഫോൺ വിളിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. യുവതിയുടെ പിതാവ് പരാതി നൽകിയതിനെ തുടർന്ന് യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഏനാത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് പ്രതിയെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു. തുടർ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 പത്തനംതിട്ട. കണ്ണൂർ തലശ്ശേരിയിൽ ബസ് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു ദൃശ്യത്തിലേക്കാണിത്. തൊട്ടിൽപ്പാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ തൂണേരി സ്വദേശി വിഷ്ണുജിത്തിനെയാണ് സംഘം ചേർന്നെത്തിയവർ മർദ്ദിച്ചത്. വിദ്യാർത്ഥിനിയോട് യാത്രാ പാസ് ചോദിച്ചതിന് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. ബസ്സിലെ CCTV നിന്നാണ് കണ്ടക്ടറെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. സംഭവത്തിൽ ബസ് ജീവനക്കാരുടെ പരാതിയിൽ ചൊക്കളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മനസ്സിലായിക്കോ
കണ്ണൂർ പെരിങ്ങത്തൂരിൽ തിങ്കളാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ ഇരിങ്ങണ്ണൂർ സ്വദേശി വിഷ്ണുജിത്തിനാണ് ബസ്സിൽ വെച്ച് മർദ്ദനമേറ്റത്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രകാരം രണ്ടുപേർ ചൊക്ലി മേക്കുന്നിൽ നിന്ന് ബസ്സിൽ കയറിയിരുന്നു. ബസ് പെരിങ്ങത്തൂർ എത്തിയതോടെ രണ്ടുപേർ കൂടി ബസ്സിൽ കയറുകയും യാത്രാമധ്യേ സ്ത്രീകളുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനം കണ്ട് യാത്രക്കാർ നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ബസ്സിലെ CCTVയിൽ നിന്നാണ് കണ്ടക്ടറെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. പരിക്കേറ്റ വിഷ്ണുവിനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനിക്ക് പാസില്ലാത്തതിനാൽ ഫുൾ ചാർജ് ഈടാക്കിയതിനാണ് കണ്ടക്ടറെ മർദ്ദിച്ചതെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. ബസ്സിലെ ദൃശ്യങ്ങളടക്കം കാണിച്ച് സത്യാവസ്ഥ ബന്ധുക്കളെ അറിയിച്ചിരുന്നതായും ഇവർ വ്യക്തമാക്കി. എന്നാൽ വിദ്യാർത്ഥിനിയെ ഇറക്കിവിട്ടതും തള്ളിയിട്ടതുമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് വിദ്യാർത്ഥിനിയുടെ ഭർത്താവടക്കമുള്ളവരുടെ ആരോപണം. സംഭവത്തിൽ ബസ് ജീവനക്കാരുടെ പരാതിയിൽ ചൊക്ലി പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കണ്ണൂർ. തിരുവനന്തപുരം ജവഹർ നഗറിലെ ആഡംബര വീടും കോടികൾ വിലമതിക്കുന്ന സ്ഥലവും തട്ടിയെടുത്ത കേസ് സിനിമാ കഥകളെ പോലും വെല്ലുന്നതാണ്. വ്യാജരേഖകൾ ഉണ്ടാക്കി ആൾമാറാട്ടം നടത്തിയുള്ള തട്ടിപ്പ്. അതിൻ്റെ മുഖ്യ സൂത്രധാരനും തലസ്ഥാനത്തെ കോൺഗ്രസ് നേതാവുമായ അനന്തപുരി മണികണ്ഠൻ ഒടുവിൽ പിടിയിലായി. പുലർച്ചെ ബംഗളൂരുവിലെ ഹോട്ടലിൽ നിന്ന് മ്യൂസിയം പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി വനിതയുടെ തിരുവനന്തപുരത്തെ ഭൂമി മണികണ്ഠനും കൂട്ടാളികളും ചേർന്ന് വ്യാജ പ്രമാണമുണ്ടാക്കി വിൽപ്പന നടത്തിയെന്നാണ് കേസ്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരം ജവഹർ നഗർ സ്വദേശിനിയും അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയുമായ ഡോറ അസറിയ ക്രിപ്സിന്റെ 14 സെന്റ് ഭൂമിയും വീടും വ്യാജ പ്രമാണമുണ്ടാക്കി തട്ടിയെടുത്ത കേസിലാണ് അനന്തപുരി മണികണ്ഠന്റെ അറസ്റ്റ്. വ്യാജരേഖകൾ നിർമ്മിച്ച് തട്ടിയെടുത്ത വസതി പിന്നീട് മണികണ്ഠനും കൂട്ടാളികളും ചേർന്ന് 1.5 കോടി രൂപയ്ക്ക് മറിച്ചു വിൽക്കുകയായിരുന്നു. തട്ടിപ്പ് നടത്തിയ കൊല്ലം സ്വദേശിനി മെറിൻ ജേക്കബ്, വസന്ത, ചന്ദ്രസേനൻ, മഹേഷ് എന്നിവരെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്നാണ് തട്ടിപ്പിന് പിന്നിൽ അനന്തപുരി മണികണ്ഠനാണെന്ന വിവരം പോലീസിന് ലഭിച്ചത്. വ്യാജ പ്രമാണമുണ്ടാക്കി ഭൂമി വിൽപ്പന നടത്തിയത് മണികണ്ഠനാണെന്ന് മ്യൂസിയം പോലീസ് സ്ഥിരീകരിച്ചതോടെ മണികണ്ഠൻ മുൻകൂർ ജാമ്യത്തിന് നീക്കം നടത്തി. ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെയാണ് അറസ്റ്റ്. പുലർച്ചെ ബംഗളൂരുവിലെ ഹോട്ടലിൽ നിന്നാണ് മണികണ്ഠനെ മ്യൂസിയം പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം DCC അംഗവും കോൺഗ്രസിന്റെ ആധാരമെഴുത്ത സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയുമായ അനന്തപുരി മണികണ്ഠനെ പാർട്ടിയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വ്യാജരേഖ ഉണ്ടാക്കിയതിനു പുറമെ ഭൂമി രജിസ്ട്രേഷന് അനന്തപുരി മണികണ്ഠന് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മണികണ്ഠനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ ചുരുളഴിയുമെന്ന വിലയിരുത്തലിലാണ് പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. ഫിലിം ചേംബറിൽ നൽകിയ അപേക്ഷയിലെ ഒപ്പ് നിവിൻ പോളിയുടേതല്ല എന്ന് പരാതി. സിനിമയുടെ പേര് വ്യാജ ഒപ്പിട്ട് സ്വന്തമാക്കിയെന്ന പരാതിയിൽ നിർമ്മാതാവ് PA ഷംനാസിനെതിരെ പോലീസ് കേസെടുത്തു. നിവിൻ പോളി നൽകിയ പരാതിയെ തുടർന്ന് വൈക്കം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. നിവിൻ പോളിക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട അതേ കോടതിയാണ് ഷംനാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ പുതിയ അന്വേഷണം പ്രഖ്യാപിച്ചത്. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് 2023 നിവിൻ പോളി, സംവിധായകൻ എബ്രിഡ് ഷൈൻ,
തലയോലപ്പറമ്പ് സ്വദേശി ഷംനാസ് എന്നിവർ ഒപ്പിട്ട കരാറിൽ സിനിമയുടെ എല്ലാത്തരം അവകാശങ്ങളും നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയറിനായിരുന്നു. ഇക്കാര്യം മറച്ചുവെച്ച് ഫിലിം ചേംബറിൽ നിന്നും ചിത്രത്തിന്റെ പേരിന്റെ അവകാശം ഷംനാസ് സ്വന്തമാക്കിയെന്നാണ് പരാതി. ഇതിനായി നിവിൻ പോളിയുടെ ഒപ്പ് വ്യാജമായി ചേർത്ത് രേഖ ഹാജരാക്കി. ഫിലിം ചേംബറിൽ നിന്നും കിട്ടിയ രേഖ സമർപ്പിച്ച് സിനിമയുടെ പൂർണ്ണ അവകാശം തനിക്കാണെന്ന് ഷംനാസ് വൈക്കം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ അവകാശപ്പെട്ടിരുന്നു. ഈ കേസിൽ നിവിൻ പോളിക്കെതിരെ എഫ്ഐആർ ഇടാനുള്ള ഉത്തരവ് നേടുകയും ചെയ്തു. ഷംനാസിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. നിവിൻ പോളിക്കെതിരെ എഫ്ഐആർ ഇടാൻ ഉത്തരവിട്ട അതേ കോടതിയാണ് ആ വിധി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നേടിയതാണെന്ന് ചൂണ്ടിക്കാട്ടി ഷംനാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ പുതിയ അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷംനാസിനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. വ്യാജ ഒപ്പിട്ടതായി തെളിഞ്ഞതോടെ ഫിലിം ചേംബറും ഷംനാസിനെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സൂചന. പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ നടപടി ഉണ്ടായാൽ ഇയാളുടെ നിർമ്മാണ കമ്പനിക്ക് ഫിലിം ചേംബർ നിരോധനം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട്. ഈ ചിത്രത്തിന്റെ അവകാശങ്ങൾ തനിക്കാണെന്നും പോളി ജൂനിയർ കമ്പനി ഓവർസീസ് അവകാശം താനറിയാതെ മറ്റൊരു കമ്പനിക്ക് നൽകിയെന്നും കാണിച്ച് ഷംനാസ് നൽകിയ പരാതിയിൽ നേരത്തെ നിവിൻ പോളിക്കെതിരെ തലയോലപ്പറമ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. വ്യാജരേഖകൾ ഹാജരാക്കിയാണ് ഈ പരാതി നൽകിയതെന്ന് വ്യക്തമായാൽ ആ കേസ് റദ്ദാക്കുമെന്നാണ് വിവരം. ഇതിനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചതായി നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ന്യൂസ് 18 കൊച്ചി. ലോൺ തട്ടിപ്പ്, ഓൺലൈൻ ട്രേഡിംഗ്, വാട്സാപ്പ് ഹാക്കിംഗ് എന്നിവ മുതൽ ഡിജിറ്റൽ അറസ്റ്റ് വരെ സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് എത്ര ബോധവൽക്കരണം നടത്തിയാലും മലയാളികൾ ഇപ്പോഴും ഇരകളാകപ്പെടുന്ന കാഴ്ച. കേരളത്തിൽ ഒരു ദിവസം കോടികളുടെ തട്ടിപ്പാണ് നടക്കുന്നത്. IT നഗരമായ കൊച്ചിയിലാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ വർഷം ഇതുവരെയും എറണാകുളം ജില്ലയിൽ 3000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു. സൈബർ തട്ടിപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് ശക്തമാക്കുകയാണ് പോലീസ്. ഒരേ രീതിയിലുള്ള തട്ടിപ്പ് അധികകാലം ആവർത്തിക്കുന്നില്ല എന്നത് പോലീസിന് ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല സൃഷ്ടിക്കുന്നത്. ഒരു തട്ടിപ്പ് കണ്ടെത്തി അതിന്റെ എല്ലാ പഴുതുകളും അടയ്ക്കുമ്പോൾ അതുവരെ പരിചയമില്ലാത്ത മറ്റൊരു തട്ടിപ്പുമായി സംഘം പുറത്തിറങ്ങും. പേഴ്സണൽ ലോൺ തട്ടിപ്പ്, സിനിമാ മേഖലയിലെ നിക്ഷേപ തട്ടിപ്പ്, ബാങ്ക് OTP, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്, വാട്സാപ്പ് ഹാക്കിംഗ്, ടെലിഗ്രാം ഹാക്കിംഗ്, ഏറ്റവും ഒടുവിലായി എംപരിവാഹൻ ആപ്പ് തട്ടിപ്പ്. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ടെലികോം വിഭാഗം വഴി നിർദ്ദേശങ്ങൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പറ്റിക്കപ്പെടുന്നവർ നിരവധിയാണ്. അതിനു തെളിവാണ് കേരളത്തിൽ കഴിഞ്ഞ ജനുവരി മുതൽ മെയ് വരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം. 9539 കേസുകളാണ് ഈ കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇതിൽ 3158 കേസുകളും കൊച്ചിയിലാണ് രജിസ്റ്റർ ചെയ്തത്. ഇങ്ങനെ സൈബർ തട്ടിപ്പുകൾ ഏറി വരുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് ശക്തമാക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ്. പോലീസ് സൈബർ ഡിവിഷനിൽ, അതായത് 1930 എന്ന നമ്പറിലേക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്യുന്ന പരാതികളിൽ നടപടികൾ വേഗത്തിലാക്കി അന്വേഷണ പുരോഗതി ദിവസവും വിലയിരുത്തിയുമാണ് പ്രവർത്തനം. ഇതിനുശേഷം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സ്പെഷ്യൽ ഡ്രൈവിൽ കേരളത്തിൽ ആകമാനം 286 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ഡാർക്ക് വെബിലെ ലഹരി ഇടപാടുകളും ആയുധ ഇടപാടുകളും പിടികൂടിയത്. ഇൻഫോ പാർക്കിൽ കേരള പോലീസിന്റെ സൈബർ ഡോം ഉദ്യോഗസ്ഥർ സജീവമാണ്. കുറ്റകൃത്യങ്ങൾ തടയാൻ ഫിനാൻഷ്യൽ ഫ്രോഡ് റിസ്ക് ഇൻഡിക്കേറ്റർ അഥവാ FRI സംവിധാനവുമായി ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗവും രംഗത്തുണ്ട്. ഏറ്റവും ഒടുവിലായി എംപരിവാഹൻ തട്ടിപ്പിന്റെ സൂത്രധാരന്മാരെ കൊച്ചി സിറ്റി പോലീസ് വാരാണസിയിൽ എത്തിയാണ് പിടികൂടിയത്. 16-കാരനായ മൂന്നാം പ്രതിയാണ് APK ഫയൽ ഉണ്ടാക്കിയത് എന്ന് ഞെട്ടിക്കുന്ന വിവരവും പോലീസിന് കണ്ടെത്താനായി. എംപരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് 10,000-കണക്കിന് വാഹനോടമകളുടെ വിവരങ്ങൾ ചോർന്നത് ദേശീയ തലത്തിൽ തന്നെ വിവാദമായിരുന്നു. കൊച്ചി നഗരത്തിൽ മാത്രം 96 പരാതികളാണ് രജിസ്റ്റർ ചെയ്തത്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതികൾ കേരളത്തിൽ നിന്ന് മാത്രം തട്ടിയെടുത്ത് 50 ലക്ഷത്തോളം രൂപയാണ്. കൊച്ചി സൈബർ പോലീസിന്റെ അഭിനന്ദനാർഹമായ ചുവടുവയ്പ്പാണ്
പ്രതികളെ പിടികൂടാൻ സഹായിച്ചത്. ന്യൂസ് 18 കൊച്ചി. സാധാരണക്കാരായ ജനങ്ങൾ മദ്യപിച്ച് വാഹനമോടിച്ചാൽ പോലീസ് ഓടിച്ചിട്ട് പിടികൂടും. എന്നാൽ കാക്കിയിട്ട ഏമാന്മാർക്ക് ഈ നാട്ടിലെ ഒരു നിയമവും ബാധകമല്ല. തിരുവനന്തപുരം പെരുങ്കടവിളയിൽ പോലീസുകാരൻ മദ്യപിച്ചോടിച്ച കാറിടിച്ച് ദമ്പതിമാർക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പെരുങ്കടവിള ജംഗ്ഷനിൽ പോലീസ് ട്രെയിനിങ് കോളേജിലെ ഡ്രൈവർ ഓടിച്ചിരുന്ന കാറിടിച്ച് ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റത്. അതേസമയം വാഹനത്തിലുണ്ടായിരുന്നവരിൽ ആരും തന്നെ പോലീസുകാരല്ല എന്ന കണ്ടെത്തലിലാണ് മാരായമുട്ടം പോലീസ്. ഞായറാഴ്ചയാണ് സംഭവം. അമിതവേഗത്തിൽ വന്ന കാറിൽ 6 പേർ യാത്ര ചെയ്തിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു. പെരിങ്കടവിളയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ കീഴാറൂരിൽ ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ച ശേഷമാണ് നിർത്തിയിട്ടിരുന്ന കാറിനെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഇടിയുടെ ശക്തിയിൽ തൊട്ടടുത്ത പലചരക്ക് കടയിലേക്ക് കാർ തെറിച്ചു മാറി. ഇതിനിടെ തെള്ളുക്കുഴി സ്വദേശികളായ സജീവ് ആതിര ദമ്പതിമാർ സഞ്ചരിച്ചിരുന്ന ബൈക്കും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നാട്ടുകാർ വളഞ്ഞതോടെ കാറിലുണ്ടായിരുന്നവർ മദ്യക്കുപ്പികളുമായി ഓടി രക്ഷപ്പെട്ടു. പോലീസ് ട്രെയിനിങ് കോളേജിലെ ഡ്രൈവർ ഓടിച്ചിരുന്ന കാറിലുണ്ടായിരുന്ന മറ്റു 3 പേരും പോലീസുകാരാണെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് 2 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പോലീസ് ട്രെയിനിങ് കോളേജിന്റെ സ്റ്റിക്കർ കാറിലുണ്ടായിരുന്നെങ്കിലും കസ്റ്റഡിയിലെടുത്ത ശേഷം ഇത് നീക്കം ചെയ്തു. എഫ്ഐആറിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. വാഹനത്തിലുണ്ടായിരുന്നവരിൽ ആരും തന്നെ പോലീസുകാരല്ല എന്ന കണ്ടെത്തലിലാണ് മാരായമുട്ടം പോലീസ്. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച സജീവിന്റെ ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിനു ശേഷം അരമണിക്കൂർ പരിക്കേറ്റവർ റോഡിൽ കിടന്നിരുന്നു. പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ മുളയം കൂട്ടാലയിൽ വയോധികന്റെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ. കൂട്ടാല സ്വദേശി മൂത്തേടത്ത് സുന്ദരൻ നായരാണ് മരിച്ചത്. മകൻ സുമേഷ് പോലീസ് കസ്റ്റഡിയിൽ. പിതാവിനെ കൊലപ്പെടുത്തിയ ശേഷം ചാക്കിൽ കെട്ടി സമീപത്തെ പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പ്രാഥമിക നിഗമനം. മൂവാറ്റുപുഴ ആരക്കുഴയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 5 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച കേസിൽ പ്രതി പോലീസ് പിടിയിൽ. പിടിയിലായത് മുളവൂർ സ്വദേശി ഹനീഫ ഹുസൈൻ. മലപ്പുറം കോട്ടയ്ക്കൽ എടരിക്കോട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 12 ഗ്രാം MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. തെന്നല വാളക്കുളം സ്വദേശി ഷിഹാബ്, എടരിക്കോട് മമ്മാലിപ്പടി ഷഹീദ് എന്നിവരെയാണ് കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. രേഖകളില്ലാത്ത 1.5 കോടി രൂപയുമായി 2 പേർ പാലക്കാട് പിടിയിൽ. കോയമ്പത്തൂരിൽ നിന്ന് തൃശൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന പണമാണ് പിടിച്ചത്. തൃശൂർ സ്വദേശികളായ സക്കീർ ഹുസൈൻ, ഷനിൽ എന്നിവർ കസ്റ്റഡിയിൽ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സഹപാഠികൾ തമ്മിൽ സൗഹൃദവും പ്രണയവും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലേ? എന്നാൽ പ്രണയബന്ധങ്ങൾ അതിരുകടന്നാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് കുട്ടികൾ തിരിച്ചറിയണം. ഈ സമീപകാലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഗർഭിണിയായതും പ്രസവിച്ചതുമായ വാർത്തകൾ പതിവായി കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ പഠനകാലത്തെ പ്രണയം ഒരു തമാശയായി കാണുകയും പെൺകുട്ടികളെ ചൂഷണത്തിന് ഇരയാക്കുകയും ചെയ്യുന്ന ആൺകുട്ടികളും കരുതിയിരിക്കുന്നത് നല്ലതാണ്. പത്തനംതിട്ട നാരങ്ങാനത്ത് 7 വർഷം മുൻപുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. +1 പഠിക്കുമ്പോൾ സഹപാഠിയായിരുന്ന കാമുകൻ ലൈംഗികമായി ചൂഷണം ചെയ്ത കാര്യം പെൺകുട്ടി 7 വർഷത്തിന് ശേഷം വെളിപ്പെടുത്തി. 23-കാരിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പഴയ കാമുകനെ തേടി അന്വേഷണം നടത്തി. ഒടുവിൽ നാരങ്ങാനം കടമനിട്ട സ്വദേശി സുമേഷ് സുനിലിനെ അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകും മുൻപുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് എത്ര വർഷം കഴിഞ്ഞ് പരാതി നൽകിയാലും നടപടി ഉണ്ടാകുമെന്നാണ് ഈ കേസ് ഓർമ്മിപ്പിക്കുന്നത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാവും. നമസ്കാരം.